റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൈകാരിക സമര രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. മുട്ടിലിഴഞ്ഞ് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ പലരും കുഴഞ്ഞു വീണു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉദ്യോഗാർത്ഥികളുള്ളത്. അമൽ തേനമറമ്പിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. അമൽ, പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കാണുകയാണ്. അവർ ആദ്യം ശയനപ്രദക്ഷിണ നടത്തുന്നു, പിന്നീട് കല്ലുപ്പിന്മേൽ മുട്ടുകുത്തിയിരിക്കുന്ന കാഴ്ച, മുട്ടിലിഴയുന്നു. ഇപ്പോൾ എന്താണ്, ഏത് സമരമാർഗമാണ് അവർ സ്വീകരിക്കുന്നത്? ആണ് ഇപ്പോൾ തുടരുന്നത്. ഈ സമരം ആരംഭിച്ചിട്ട് ഇപ്പോൾ ദിവസം കുറയാകുന്നു. പക്ഷേ തീരുമാനവും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. സർക്കാർ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറല്ല. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് ഈ സമരം തുടങ്ങിയപ്പോൾ 7 ദിവസം പിന്നിടുമ്പോഴും അവരോട് പറയുന്നത്. പല വിധത്തിലുള്ള സമരമുറകൾ അവർ പരീക്ഷിച്ചു, പക്ഷേ അതൊന്നും സർക്കാർ കണ്ട മട്ടില്ല. നിലവിൽ എന്തായാലും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള യാതൊരുവിധ തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് കൂടുതൽ കടുത്ത സമരമാർഗത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടക്കുന്നത്. കയ്യിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്നിപ്പോൾ. രാവിലെ ഇഴഞ്ഞുള്ള സമരം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇല വെച്ചുള്ള തൊപ്പി വെച്ചുള്ള സമരം നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല വിധത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇവിടെ കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കൂടി കടക്കുകയാണ്. എന്താണിപ്പോൾ ഇങ്ങനെ ഒരു സമരമാർഗം? ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. ഇതുവരെയും നിങ്ങൾ എന്നിട്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല? ഇല്ല, വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. കൈ ഒരുപോലെ പിടിക്കണം, കൈ ഒരുപോലെ കൂട്ടിപ്പിടിക്കണം, അടുപ്പിച്ച്. ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വല്ലതും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു? നമ്മൾ ഇന്നും പോയിരുന്നു. അനുകൂലമായിട്ടുള്ളൊരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു മറുപടി? ഭരണസരാ കേന്ദ്രത്തിന് മുന്നിൽ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുകയാണ്. കയ്യിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് ആണ് അവരിപ്പോൾ സമരമിരിക്കുന്നത്. അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഇനിയെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ. അമൽ തേനമറമ്പിൽ വിവരങ്ങൾ നൽകിയത്.